ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മതിലകം ഏരിയ കൺവെൻഷൻ നടത്തി. AKTA സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏറെ കാലങ്ങളായി ക്ഷേമനിധിയിൽ ചേർന്ന് അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരും ഒക്കെ തന്നെയാണ്. ക്ഷേമനിധി നിയമം നിലവിൽ വരുന്നത് 94-ലാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി നിയമം കേരള അസംബ്ലി പാസ്സാക്കിയെടുക്കുന്നത്. ആ പാസ്സാക്കുന്ന കാലഘട്ടത്തിൽ ഒരു MLA നിയമസഭയ്ക്കകത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന തയ്യൽ തൊഴിലാളി സംഘടനകളുടെ എണ്ണം എത്രയാണ്? അതിൽ കൃത്യമായി വാർഷിക റിട്ടേൺസ് കൊടുത്ത് അംഗത്വം നിലനിർത്തിപ്പോരുന്ന സംഘടനകൾ ഏതൊക്കെ? ഇതാണ് ചോദ്യം. അന്ന് രേഖാമൂലം നിയമസഭയിൽ നൽകിയ മറുപടി സംഘടനകളുടെ എണ്ണം 4ആണ്. കൃത്യമായി വാർഷിക റിട്ടേൺസ് കൊടുത്ത് അംഗത്വം പുതുക്കി വരുന്ന ഒരേ ഒരു സംഘടന അത് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രസ്ഥാനമാണ്. ഞാനിതിങ്ങനെ സൂചിപ്പിച്ചത് വളരെ വേഗത്തിൽ നമ്മൾ മറവിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏരിയ പ്രസിഡന്റ് KI ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. അൻസിയ റഹ്മത്തുള്ള, PP പ്രസീത, ദിൽസ പ്രദീപ് കുമാർ, KV ചന്ദ്രൻ, ഷിജി ശാസ്ത്രി എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവരെ ആദരിച്ചു.